ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് കടമക്കുടി അവിടെ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമുണ്ട്, അവിടെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞങ്ങളോട് കൂടെ നിങ്ങളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം നമുക്ക് പോയിട്ട് വരാം. എന്തായാലും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ ടൈം 6 മണി ആയിരിക്കണം. അവിടെ എത്താനാകുമ്പോഴത്തേന് എന്താവും അവിടുത്തെ അവസ്ഥ എന്നുള്ളത് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇരുടാവുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് പകലും കൂടി പോവാട്ടോ. പിന്നെ ഞങ്ങളുടെ കൂടെ സാലിയും കൂടി ഉണ്ട്. സാലിക്ക് ഇച്ചിരി നാണുള്ള കൂട്ടത്തിലായതുകൊണ്ട് ആള് ഫോൺ എടുത്തത് കണ്ട അപ്പം മറിഞ്ഞിരിക്കും. സാലി ഒന്ന് നോക്കൂ. സാലി മുടിയൊക്കെ വെട്ടിയിട്ട് ഒരു ദിവസം വരുന്ന പറഞ്ഞു. എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അവനെ കാണിക്കാട്ടോ. അവനിക്ക് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കൂട്ടത്തിൽ. എപ്പോഴെങ്കിലും ഞങ്ങളെ കൂടെ പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധിച്ച് വലിച്ച് പിടിച്ച് നിർത്തിയെങ്കിലേ അവന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. ഇപ്പൊ എനിക്കൊന്ന് വീഡിയോയിൽ വരണമെങ്കിൽ മുടിയൊക്കെ വെട്ടി സ്റ്റൈലാവണം എന്നാ പറയുന്നത്. ഞങ്ങൾ ഇതിന്റെ മുന്നൊക്കെ ഒരുപാട് തവണ അവിടെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പൊ അവിടെ മഴയൊക്കെ പെയ്ത് ഒരാൾ മാപ്പൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം പോയാലും ഞങ്ങൾക്ക് പോകുമ്പോ മാപ്പ് വേണം. 2 തവണയെങ്കിലും വരിയൊക്കെ തെറ്റിപ്പോയിട്ട് അവിടെ എത്തുമ്പോഴേ രസമുള്ളൂ. ഒരു 15 കിലോമീറ്റർ സൺഡേ ദിവസങ്ങളിലൊക്കെ ഈ ഭാഗത്തുള്ള ആൾക്കാർ തന്നെ ചെറിയ രീതിയിലുള്ള ഗാനമേള അങ്ങനെയൊക്കെ ഉണ്ടാവും. നല്ല രസമാണ്. ഇതിൽ ഇച്ചിരി കൂടി ടൈമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പിള്ളേരുകളും ഒരുപാട് ആൾക്കാരുണ്ട്. വാക്കിങ്ങിന് വരുന്നവരും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും. നല്ല രസമായിട്ട് ഇച്ചിരി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഷോപ്പുകളൊക്കെ ചെറിയ രീതിയിൽ തട്ടുകടകളൊക്കെ ഓപ്പൺ ആവും. അധിക ദിവസങ്ങളിലും ഞാൻ നിസലും ഇവിടെ വന്നിരിക്കാറുണ്ട്. ആദ്യമൊക്കെ ഞങ്ങൾ രാവിലെ നടക്കാനൊക്കെ വേണ്ടി വന്നിരുന്നു. ഇപ്പം മടിയായിട്ട് നമ്മളുണ്ടാവും, ഇറങ്ങല് കുറവാണ്. പൊതുവെ എറണാകുളത്ത് ഫുൾ ടൈം ബ്ലോക്കാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി സിഗ്നലും കൂടി വന്നിട്ടുണ്ടെങ്കിൽ തൃപ്തിയായി.